NTVയും ഉമൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് ക്യാമ്പയിൻ ഏറ്റെടുത്ത് രക്ഷിതാക്കളും കുട്ടികളും. സമൂഹം നേരിടുന്ന വലിയ വിപത്തിനെ ഒറ്റക്കെട്ടായി തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം. മികച്ചൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ യുഎയിലെ 7 എമിറേറ്റുകളിലും ക്യാമ്പയിൻ നടത്തുന്നതിനാണ് തീരുമാനം. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഓരോ ഫാമിലിയിലും, നമ്മുടെ അയൽപക്കത്തും നമ്മുടെ ഫാമിലിയിലൊക്കെ 1-2 പേരെങ്കിലും ഉണ്ടാവും കുട്ടികൾ ഇതേമാതിരി ഡ്രഗ് അഡിക്റ്റായി ആ ഫാമിലി മൊത്തം തകരുന്ന ഒരവസ്ഥ. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ച് കഴിയുന്നവരും മാതാപിതാക്കളും മറ്റെല്ലാവരും തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഈ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് കുട്ടികളോട് ഇങ്ങനെയൊക്കെ നിങ്ങളെ സമീപിക്കുന്നവരുണ്ടാവും, അവരെയൊക്കെ അകറ്റി നിർത്തണം. നമ്മുടെ സ്വതന്ത്രമായ ആ ഒരു രീതിയിൽ നമുക്കൊരു ചിന്താഗതി ഉണ്ടാവണം. ഇതെല്ലാം നോ പറയേണ്ട കാര്യങ്ങളാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ്. നമ്മൾ ഇതിനുമുമ്പ് പല പ്രാവശ്യം NTVയിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, പല വേദികളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, ഇന്ന് കാലം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട വിഷയം ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ നോ ടു വയലൻസ്. കാരണം പ്രത്യേകിച്ചൊരു മലയാളം ചാനൽ എന്നുള്ള നിലയിൽ യുഎയിൽ ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലം. അവരെ ഖത്തർ, സൗദിയിലെല്ലാം നമുക്ക് പ്രേക്ഷകരുണ്ട്. സോഷ്യൽ മീഡിയയിൽ മില്യൺസ് ഓഫ് പ്രേക്ഷകർ നമുക്കുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഓർമ്മപ്പെടുത്തലുകളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓർമ്മപ്പെടുത്തലുകളുമായി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. പണ്ട് നമ്മൾ വൃദ്ധസാന്നിധ്യത്തിനെതിരെയുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങളില്ലാത്ത ഭാഷയായി 100 വർഷത്തിനകം മാറുമെന്നുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല ക്യാമ്പയിൻ, നീറ്റ് എക്സാമിൻ്റെ സെൻറ്റർ ഇവിടെ വരണമെന്നുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തി, അത് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ക്യാമ്പയിനാണ് എന്നും നമ്മൾ ചെയ്യുന്നത്. NTV വിവിധ അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു വയലൻസ് എന്നുള്ളത്, അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ന്യൂ ഇന്ത്യൻ സ്കൂൾ ഉമൽക്കോയിനിൽ വെച്ചിട്ടാണ്. ഉമൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും അങ്ങനെ എല്ലാവരുടെ സഹകരണത്തോടെ ആരംഭിച്ചിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ, അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ തേടിയെത്തുന്നത്. പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞു തരുന്നൊരു വാക്കാണ്. അതിൽ നിന്നൊക്കെ മാറി മക്കളെ അച്ഛനമ്മമാരെ കൊല്ലുന്ന മക്കളും, അതുപോലെ സഹോദരിയെ റേപ്പ് ചെയ്യുന്ന സഹോദരൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതമ്പതിച്ചിരിക്കുന്നു. വാല്യൂസിൻ്റെ ഒരു മൂല്യശോഷണം ഉണ്ടായിരിക്കുന്നു. ഇതിനൊക്കെ കാരണം കുട്ടികൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പലതരത്തിലുള്ള സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള ഒരു ട്രെൻഡിൻ്റെ പുറകിൽ പോകുന്നൊരു കുട്ടികളാണെന്ന്, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പലതരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഡ്രഗ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു കുട്ടിയെ ഒരിക്കലും നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഭാവി തകർക്കും, മാതാപിതാക്കളുടെ പ്രതീക്ഷയെ തകർക്കും. അതുകൂടാതെ ആ കുട്ടിയെ ഒരു സോഷ്യൽ വിപത്തായി മാറും. So today's event was really helpful because in the current generation there are a lot of students who get addicted to drugs and addictive substances, and you can't really blame them. They have a lot of factors like stress, exam pressures, family expectations, all of these. So many students our age, younger than us, are prone to all these types of substances, and also one of the major factor is peer pressure and friend circles. So such campaigns helps us students know the value of not doing drugs and making us stronger, giving us the courage to say no to drugs. ഒരു നേഷനെ ബെസ്റ്റ് കറപ്റ്റ് ചെയ്യാൻ പറ്റിയ വേ ആണ് അവരുടെ യൂത്തിനെ കറപ്റ്റ് ചെയ്യുക. ബിക്കോസ് വി ആർ ദ വൺ ഹു ലീഡ്സ് ദ നേഷൻ ഇൻ ദ അപ്കമിങ് ജനറേഷൻസ്. സോ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലുള്ള ക്യൂരിയോസിറ്റിയിലായിരിക്കാം നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് തന്ന ക്യാമ്പയിൻസിലൊക്കെ ജസ്റ്റ് ഒരു ഹോർമോണിൻ്റെ ഡോപ്പമിൻ എന്നൊരു ഹോർമോണിൻ്റെ പ്ലേ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഡ്രഗ്സിന് അടിമയായി പോകുന്നത്. ബിക്കോസ് അവർ സർക്കംസ്റ്റൻസസ് ഫോഴ്സസ് അസ് ടു ടേക്ക് ദാറ്റ്. സോ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾക്ക് കുറേ നോളജ് കിട്ടി. ഞങ്ങൾക്ക് എങ്ങനെ ഏത് സിറ്റുവേഷനിൽ ഒരു സബ്സ്റ്റൻസിനോട് നോ ഓപ്പൺ ആയിട്ട് അത് റിജക്റ്റ് ചെയ്യണം എന്ന് ഞങ്ങളെ കാണിക്കാനും പറഞ്ഞു തന്ന ഈ ഡോക്ടേഴ്സ് ആൻഡ് ഓൾ ദ ഡിഗ്നറ്ററീസ് ഹു വർ പ്രസൻറ്റ് ഹിയർ, അവർക്ക് വെരി താങ്ക്, എസ്പെഷ്യലി ടു ദ NTV ചാനൽ. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഈ ഫുൾ UAE അല്ലെങ്കിൽ ഫുൾ ഓൾ ദി മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ എത്തിക്കാൻ നിങ്ങളെടുത്ത ഇനീഷ്യേറ്റീവ്, ദാറ്റ്സ് ഓൾസോ വെരി താങ്ക്.